മെഡിക്കൽ കോളേജുകളിൽ സൗജന്യ ഭക്ഷണം വിതരണം തടയണമെന്ന ജി സുധാകരൻ എംഎൽഎയുടെ പരാമർശത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ വിശപ്പിന്റെ വില ചിലർ മറന്നുപോകുന്നത് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സരോജിന്റെ വിമർശനം. പൊതിച്ചോർ വിതരണം മഹത്തരമെന്ന ജി സുധാകരന്റെ പഴയ പോസ്റ്റും ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ കെ സി വേണുഗോപാലും കൂടി ഒരു 3 ആഴ്ച മുമ്പ് അവിടെ ഒരു മീറ്റിംഗാണ്. കളക്ടർ ഉണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിലെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും വെച്ച് കൊടിക്കടി ഇരിക്കുകയാണ്. കൊടിക്കൂടെ കോമ്പൗണ്ടില് അന്നദാനം കൊടുക്കുകയാണ്. ചിലപ്പോൾ ഗവൺമെന്റ് ജോലി ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടിയും കൊടുക്കുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റില്ല. പാർട്ടിയിൽപ്പെട്ട മനുഷ്യന് വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. ഏതോ ഒരു സംഘടന സേവാഭാരതി അവിടെ ഒരു ഷെഡും കെട്ടി അവർ കൊടുക്കുകയാണ്. ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ ഞാൻ വിളിച്ച് എന്തായി കാണിക്കുന്നത്? അത് കലക്ടർ പറഞ്ഞപ്പോൾ കലക്ടറുടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പഠനത്തല്ല തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവോ? ആരെങ്കിലും വിചാരിച്ചാൽ നന്നാവോ? കലക്ടറാണ് ചെയർമാൻ, അവിടുത്തെ വികസന സമിതിയാണ്. അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ഭക്ഷണ വിതരണം രാഷ്ട്രീയമല്ല, മനുഷ്യത്വമാണെന്നായിരുന്നു ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവലിന്റെ വിമർശനം. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, എന്തിനേയും രാഷ്ട്രീയമായി കാണാം, പക്ഷേ വിശപ്പ് രാഷ്ട്രീയമായി അഭിസംബോധന ചെയ്യേണ്ട ഒന്നല്ല. ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാണ്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന ഹൃദയപൂർവ്വം എന്ന മനുഷ്യത്വപരമായ പദ്ധതി 1000 ദിവസം പിന്നിട്ടു. ജി സുധാകരൻ അതിൽ പങ്കെടുക്കുന്നതിന് ഫോട്ടോയടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടത് സൈബർ ഹാൻഡിലുകൾ വലിയ വിമർശനം ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടും ചോദ്യം ചെയ്യപ്പെടും. മധു, 2020 ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണത്തിന്റെ 1000 ദിവസം പൂർണ്ണമായ ഘട്ടത്തിലായിരുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജി സുധാകരൻ പ്രസംഗിച്ചത്. അന്നത്തെ പ്രസംഗവും ഒപ്പം തന്നെ അന്ന് 2020 മാർച്ച് മാസം ജി സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ ഫേസ്ബുക്ക് കുറിപ്പുമാണ് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാകുന്നത്. ഡിവൈഎഫ്ഐ അത് സജീവ ക്യാമ്പയിനായി മുന്നോട്ട് വെക്കുന്നു. അതായത് മുൻ നിലപാടിൽ നിന്നും ജി സുധാകരൻ മലക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോഴിതാ മെഡിക്കൽ കോളേജുകൾക്കകത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നു. അങ്ങനെ സൗജന്യ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കളക്ടറും എം പിയുമായി തന്നെ പങ്കെടുത്ത യോഗത്തിൽ അത്തരത്തിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ യഥാവിധം ഭക്ഷണവുമായി ആശുപത്രിയിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമില്ല, അതിന് സർക്കാർ സംവിധാനങ്ങൾ ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ജി സുധാകരൻ എത്തുന്നു. അങ്ങനെ കളക്ടർ തീരുമാനിച്ച തീരുമാനം ഈ വണ്ടനം മെഡിക്കൽ കോളേജിൽ അട്ടിമറിക്കപ്പെട്ട് ഇപ്പോഴും അവിടെ ഡിവൈഎഫ്ഐ മാത്രമല്ല സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ കൊടികെട്ടി അവിടെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന പരിപാടി ഉന്നയിച്ചു. പക്ഷേ 2020 അങ്ങനെയല്ല ജി സുധാകരൻ പറഞ്ഞത്. ഇത് ഒരു മഹത്തായ പരിപാടിയാണ്, മാതൃകാപരമായ പരിപാടിയാണ് എന്ന രീതിയിൽ ഡിവൈഎഫ്ഐ വാനോളം പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ടും അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഇതാ ഈ ഫേസ്ബുക്ക് ഹാൻഡിലുകളിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു. ഇപ്പോഴിതാ